നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അപേക്ഷിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വ്യാഴാഴ്ച രാവിലെ 9:50 വിഴിഞ്ഞത്തെ ചരിത്രം പിറന്നു. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ത്യയിൽ ആദ്യമായി മദർഷിപ്പ് അടുത്തു. ഇതോടെ കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നമാണ് തീരമണിഞ്ഞത്. മെർസ്കിന്റെ 300 മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പലിന്റെ ബെർത്തിങ് മധുരം വിതരണം ചെയ്ത് നാട് ആഘോഷിച്ചു. LDF സർക്കാരിന്റെ ലക്ഷ്യമറിഞ്ഞുള്ള ചുവടുവെപ്പിൽ രാജ്യത്തിന് അഭിമാന നിമിഷം. തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും ഔദ്യോഗിക സ്വീകരണവും ഇന്ന് രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖ മന്ത്രി VN വാസവൻ അധ്യക്ഷനാകും. സംസ്ഥാന മന്ത്രിമാർ അദാനി പോർട്ട് CEO കരൺ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും. ഒക്ടോബറിലാണ് തുറമുഖത്തിന്റെ കമ്മീഷനിങ്. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായി. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി രാജ്യത്തെ AI ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ദ്വിദിന കോൺക്ലേവ് ബോൾഗാട്ടിയിലെ ലുലു ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമീപ ഭാവിയിൽ AI അടിസ്ഥാനമാക്കി കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തെത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകോത്തര IT കമ്പനിയായ IBM-മായി ചേർന്ന് സംസ്ഥാന സർക്കാരാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന IBM-ന്റെ ജെൻ AI ഇന്നൊവേഷൻ സെന്ററിന്റെ പ്രത്യേകതകൾ IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ വിശദീകരിച്ചു. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കിം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ആലപ്പുഴ അയൺ ബ്രിഡ്ജ് ചന്ദനക്കാവ് മന്ദാരത്തിൽ P ദേവാനന്ദ് 1ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യമായി ഓൺലൈനായി നടത്തിയ പരീക്ഷയിൽ 58,340 പേർ യോഗ്യത നേടി. 52,500 പേർ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു. മലപ്പുറം പൊന്നിയാക്കുറിശി എലിയക്കോട്ടിൽ വീട്ടിൽ ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിനാണ് 2ാം റാങ്ക്. കോട്ടയം പാല സാന്റാമരിയ അപ്പാർട്ട്മെന്റിൽ അലൻ ജോണി അനിൽ 3ാം റാങ്കും സ്വന്തമാക്കി. ജസ്റ്റിസ് നിതിൻ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ആശിഷ് ജെ ദേശായി 4-ന് വിരമിച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് സുപ്രീം കോടതി കൊളീജിയം ജസ്റ്റിസ് നിതിൻ ജംദാറിനെ ശുപാർശ ചെയ്തത്. കേന്ദ്രം അംഗീകരിച്ചാൽ നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. മുൻ അഗ്നിവീറുകൾക്ക് CISF, BSF, റെയിൽവേ സുരക്ഷാ സേന എന്നിവയിൽ 10% സംവരണം നൽകും. ഭാവിയിൽ RPF-ലെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ മുൻ അഗ്നിവീറുകൾക്ക് 10% സംവരണം ലഭിക്കുമെന്ന് RPF ഡയറക്ടർ ജനറൽ മനോജ് യാദവ അറിയിച്ചു. മുൻ അഗ്നിവീറുകളെ സ്വാഗതം ചെയ്യാൻ റെയിൽവേ തയ്യാറായി കഴിഞ്ഞെന്നും തീരുമാനം മുതൽക്കൂട്ടായിരിക്കുമെന്നും മനോജ് യാദവ പ്രതികരിച്ചു. കേരളത്തിന്റെ പൊതുകാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സർവകലാശാലകളിൽ VC-മാരില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. യോഗ്യരല്ലാത്തവരെ നിറച്ച് കേരളത്തിലെ സർവകലാശാലകളെ തകർത്ത ശേഷമേ പ്രതിപക്ഷം ഇടപെടൂ എന്നുണ്ടോ എന്നും ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കുള്ള മറുപടിക്കിടെ മന്ത്രി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലെങ്കിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രതിപക്ഷം സഹകരിക്കണം. കേന്ദ്രം സൃഷ്ടിച്ച പ്രതിസന്ധിയിലും പൊതുകാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. ജനക്ഷേമത്തിനാണ് മുൻഗണന. മലപ്പുറത്തും കാസർഗോഡുമായി 138 +2 അധിക ബാച്ചുകളാണ് ഇപ്പോൾ അനുവദിച്ചത്. കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. അത് യാഥാർത്ഥ്യമായി എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിന് നിർമ്മിത ബുദ്ധി സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അതിവേഗം വികസിക്കുകയും വൻ സാധ്യത തുറക്കുകയും ചെയ്യുമ്പോഴാണ് ആദ്യ അന്താരാഷ്ട്ര AI കോൺക്ലേവിന് കേരളം വേദിയാകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്നതിനെ പരിഹസിക്കുന്ന പ്രതിപക്ഷം മഹാത്മാഗാന്ധിയും നെഹ്റുവും അംബേദ്കറും അടക്കമുള്ളവർ വിദേശത്ത് പഠിച്ച കാര്യം മറക്കരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഇന്ദിരാഗാന്ധിയുടെ ഓക്സ്ഫോർഡ് പഠനത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശ പഠനം പൂർത്തിയാക്കിയ ആളാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈജിപ്തിലെ കെയ്റോ സർവകലാശാലയിലാണ് പഠിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് ഇനി കാര്യങ്ങൾ അറിയാൻ ഭാഷ തടസ്സമാകില്ല. നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്വന്തം ഭാഷയിൽ അവർക്ക് മറുപടി കൊടുക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യയെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആപ്ലിക്കേഷൻ പുറത്തിറക്കും. ഭൂമി ഏറ്റെടുക്കലിന്റെ 3 ഘട്ടങ്ങളും ഉൾപ്പെടുന്ന പ്രത്യേക വെബ് പോർട്ടൽ ഉണ്ടാക്കും. സംസ്ഥാനത്തെ സാക്ഷരതാ നിരക്ക് ഉയർത്താൻ സാക്ഷരതാ മിഷൻ വഴി സാധിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 2020 റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 96.2%. സാക്ഷരതാ മിഷന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി വയനാട് ആദിവാസി മേഖലയിൽ 20,260 പേരെയും അട്ടപ്പാടി ആദിവാസി മേഖലയിൽ 3,670 പേരെയും പട്ടികജാതി വർഗ വിഭാഗക്കാരെയും സാക്ഷരരാക്കാനായി. കേരളത്തിലെ ജയിലുകളിലുള്ള നിരക്ഷരരായ അന്തേവാസികളെ ജയിൽ ജ്യോതി പദ്ധതിയിലൂടെ സാക്ഷരരാക്കാനും തുടർ വിദ്യാഭ്യാസം നൽകാനും കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവിൽ തുടർച്ചയായ വർധനവുണ്ടായെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. 2019-20 33,840 കോടിയും 2020-21 34,770 കോടിയും 2021-22 35,768 കോടിയുമാണ് വിറ്റുവരവെന്നും നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു. 2022 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ടാണ് ഇത്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കുടിയേറുന്ന ഗുജറാത്തുകാരുടെ എണ്ണം ഏറി. 2021 ജനുവരിക്ക് ശേഷം 1187 ഗുജറാത്തികൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഉധംപൂരിലെ ബസംത്ഗഡിൽ പോലീസ് പോസ്റ്റിന് നേർക്ക് ഭീകരർ വെടിയുതിർത്തു. കത്വയോടെ ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഉധംപൂർ ജില്ലയിലെ ബസംത്ഗഡ്. ആക്രമണത്തിൽ ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടുകളില്ല. പ്രളയം നാശം വിതയ്ക്കുന്ന യുപിയിൽ ഇടിമിന്നലിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 40ഓളം പേർ മരിച്ചു. പ്രളയത്തിലും ഇടിമിന്നലിലും മരിച്ചവരുടെ എണ്ണം 60 കവിഞ്ഞു. ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ നിരവധി പേർ ആശുപത്രിയിലാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ബുധനാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയ്ക്കൊപ്പമാണ് ഇടിമിന്നൽ ഉണ്ടായത്. സംസ്ഥാനത്തെ മഴക്കെടുതിയും പ്രളയവും രൂക്ഷമാവുകയാണ്. 12 ജില്ലകളിലെ 1000ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിലാണ്. കനത്ത മഴയെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഹിമാചൽ പ്രദേശിൽ 12 റോഡുകൾ അടച്ചു. 3ാം NDA സർക്കാർ അധികാരമേറ്റ് 1 മാസം പിന്നിട്ടിട്ടും കർഷകരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം പ്രഖ്യാപിച്ച് സംയുക്ത കിസാൻ മോർച്ച. 17 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത SKM ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനം.
പ്രത്യേക കാർഷിക ബഡ്ജറ്റിന് രൂപം നൽകുക, ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിച്ച് രൂപീകരിച്ച കേന്ദ്ര സഹകരണ മന്ത്രാലയം പിരിച്ചുവിടുക, കാർഷികോൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുക, സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അവകാശം തിരികെ നൽകുക, സിൻഹു തിക്രി അതിർത്തികളിൽ രക്തസാക്ഷി സ്മാരകം സ്ഥാപിക്കുക തുടങ്ങിയ പുതിയ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി അവകാശ പത്രിക പുതുക്കി. ജൂലൈ 16 മുതൽ 18 വരെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെടെ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും അവകാശ പത്രിക നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചാതുർവർണ്ണ വ്യവസ്ഥ നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച മനുസ്മൃതി പാഠ്യവിഷയമാക്കാൻ ഡൽഹി സർവകലാശാല DU ഒരുങ്ങുന്നു. സർവകലാശാലയുടെ LLB 1ാം സെമസ്റ്ററിലാണ് മനുസ്മൃതി പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മനുസ്മൃതി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായി DU അക്കാദമിക് കൗൺസിൽ വെള്ളിയാഴ്ച യോഗം ചേരും. അക്കാദമിക് വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്ന അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചാൽ മനുസ്മൃതി പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. DUവിലെ അധ്യാപകരിൽ ഒരു വിഭാഗം ഈ നീക്കത്തിനെതിരായി ശക്തമായി രംഗത്തുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.